to my channel. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോവാണ്. ദുബായിലെ ജംബറിയിലെ ആണ് അമ്പലം എടുക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടില്ല. അപ്പോൾ കാരെത്തിട്ട് വരും. എന്നിട്ട് ഞങ്ങൾ പോകും. ഈ റോഡിലെ എല്ലാ ഫേമസ് ബിൽഡിങ്സും പ്ലേസസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാ ഈ കാണുന്നതാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. ഒരു ഓവൽ ഷേപ്പുള്ള ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ നടുവിലൊരു ഹോള്. പക്ഷെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഈ ബിൽഡിംഗ് ദുബായിയുടെ ഇന്നോവേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഷെയ്ഖ് സയ്യിദ് റോഡിന് പാരലായിട്ട് ദുബായ് മെട്രോയുടെ റെഡ് ലൈൻ സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ട്രെയിൻ ഒരു ചെറിയ വേം പോലെ ഫ്ലൈ ഓവറിൽ പോയിക്കൊണ്ടിരിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. മെട്രോയിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളെല്ലാം ഞാൻ ഒരു ഷോർട്സിലായിട്ട് ഇട്ടിട്ടുണ്ട്. മീൻസ് മെട്രോയിലൂടെ പോകുമ്പോൾ ഷെയ്ഖ് സയ്യിദ് റോഡും സൈഡത്തെ ബിൽഡിങ്സും ഒക്കെ കാണാൻ നല്ല വ്യൂ ആണ്. അതെല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൻ്റെ ലിങ്ക് നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണൂ. രാത്രി ഈ റോഡിലൂടെ പോകുമ്പോൾ കൂടുതൽ ഭംഗിയാണ്. എല്ലാ ബിൽഡിങ്സിലും ലൈറ്റൊക്കെ ഇട്ട് ഡിഫറെൻറ്റ് ലൈറ്റ്സ് ഇട്ടത് അത് ശരിക്കും വേറൊരു ഫീൽ തന്നെയാണ്. രാത്രിയിലുള്ള നൈറ്റ് ഡ്രൈവ്. ഇപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ദുബായിയുടെ സ്വന്തം ഡൗൺ ടൗൺ ഏരിയാസിലൊക്കെ എത്തിയിരിക്കുന്നു. ഇവിടെ ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ ബിൽഡിങ്സ് മാത്രമാണ് നമുക്ക് കാണുന്നത്. ഈ ബിൽഡിങ്സിൻ്റെ ബാക്കിലായിട്ട് നമ്മളെ സ്വന്തം ബുർജ് ഖലീഫ ഉണ്ട്. ഞാൻ കാറിൻ്റെ റൈറ്റ് സൈഡിൽ ഇരുന്നത് കാരണം എനിക്ക് ബുർജ് ഖലീഫേനെ ഫുള്ളായിട്ട് അങ്ങനെ കവർ ചെയ്യാൻ പറ്റിയില്ല. അതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ബുർജ് ഖലീഫയുടെ നല്ല വ്യൂസ് ഉള്ള വീഡിയോസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ദുബായിലെ മോസ്കിൽ ഒരു സ്പെഷ്യൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളുള്ള ഗ്ലാസ് ബിൽഡിങ്സ് ആണ്. എല്ലാം നല്ല വലിയ വലിയ ബിൽഡിങ്സ് ആണ് നമ്മൾ കൂടുതലായി കാണുന്നത്. മെയിൻ ടൗൺസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. ഒഴിഞ്ഞ സ്ഥലങ്ങൾ മീൻസ് അവിടെ ഇൻഡസ്ട്രീസ് ഏരിയാസ് ആണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ അത്ര വലിയ ബിൽഡിങ്സ് ഒന്നുമില്ല. റെയറായിട്ട് ചില ബിൽഡിങ്സ് ഒക്കെ മാത്രമേ നമുക്ക് കാണുള്ളൂ. ബട്ട് അവിടെ റോഡിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇൻഡസ്ട്രീസോ എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈബൻ ബത്തൂത്ത മാളാണ്. വളരെ വലിയൊരു മാളാണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഈ മാളിൽ കൺട്രി തീംഡ് സെക്ഷൻസ് ആണ്. ചൈന, ഇന്ത്യ, പേർഷ്യ അങ്ങനെ ഓരോ ട്രഡീഷണൽ ഡിസൈനിലാണ് അതുള്ളത്. ഷോപ്പിങ്ങിനേക്കാളും സൈറ്റ് സീയിങ് പോലെ തന്നെയാണ് അവിടെ ഉള്ളത്. ഈബൻ ബത്തൂത്ത ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൈ സ്കാപ്പേഴ്സ് കുറഞ്ഞു. പിന്നെ റോഡിന് വളരെ ഓപ്പൺ ആയി വരും. ഈ ഏരിയ ആണ് ജബലലി. ജബലലി ഏരിയയിൽ കൂടുതലായിട്ട് ഇൻഡസ്ട്രീസ് ഒക്കെയാണ് ഉള്ളത്. ബട്ട് അതിൻ്റെ റോഡിൻ്റെ തിരക്ക് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ടെമ്പിളിലേക്കുള്ള റോഡിലേക്ക് കടന്നു. ഇപ്പോൾ നമ്മൾ ടെമ്പിൾ റോഡിലൂടെയാണ് പോകുന്നത്. ഇത് ചെറിയ റോഡുകളാണ്. അധികം റഷ് ഒന്നുമില്ല. കുറേ ഒഴിഞ്ഞ ഏരിയാസാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്വന്തം ഹിന്ദു ടെമ്പിളിലെത്തി. വളരെ വലിയൊരു ടെമ്പിളാണ്. നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ട് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ ടെമ്പിൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ്. നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ അവിടെ വരുന്നത്. ബട്ട് നമ്മളെ മലയാളീസും അവിടെ വരാറുണ്ട്. വളരെ വലിയ ടെമ്പിളാണ്. എന്നാലും പാർക്കിംഗ് ഏരിയാസ് ഒക്കെ അണ്ടർഗ്രൗണ്ടിലുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് പോകുമ്പോൾ പാർക്കിംഗ് ഏരിയാസിൽ കിട്ടിയില്ല. മീൻസ് പാർക്കിംഗ് അവിടെ ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർക്കിംഗ് ഏരിയാസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ വേറെ ഉണ്ട്. ടെമ്പിളിൻ്റെ ബാക്കിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ടെമ്പിളിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇത് ഞാൻ കാറിൽ പോകുമ്പോൾ തന്നെ പകർത്തിയതാണ്. ഇനി നമുക്ക് അടുത്ത് ചെന്നിട്ട് നേരെ കാണാം. ഇപ്പം നമുക്ക് ഈ ആളുകളൊക്കെ ഓടുന്ന കാണുമ്പോഴും കുറച്ച് സ്പീഡിൽ നടക്കുന്ന കാണുമ്പോഴും നമുക്കൊരു തമാശയായിട്ട് തോന്നാം. പക്ഷേ അത് തമാശയല്ല. മീൻസ് നല്ല ചൂടുണ്ട് പുറത്ത്. അപ്പോൾ ചെരുപ്പ് നമ്മൾ ഒരു പുറത്ത് വെച്ചിട്ടാണ് ചെരുപ്പ് വെക്കാനുള്ള സ്ഥലങ്ങളാണ് ഈ സൈഡിലൂടെ ഇപ്പോൾ കാണുന്നത്. അവിടെയാണ് കുറച്ച് ക്രൗഡായിട്ട് കാണുന്നത്, ആൾക്കാർ നിൽക്കുന്നത്. അവിടെ നമ്മൾ പുറത്ത് ചെരുപ്പ് വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറാറ്. നമ്മളങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നു. ഇപ്പോൾ വൈകക്കുട്ടി അച്ഛനും ഉള്ളിലേക്ക് കയറിയാണ്. ഇതാണ് നമ്മളെ എൻട്രൻസ്.
എൻട്രൻസിന് ഉള്ളിൽ കയറിയാൽ നമുക്ക് ക്യൂസ് ഒക്കെ പോകുന്ന ഒരു ഏരിയയിലെത്തും. ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോസ് എടുക്കാൻ അലൗഡ് അല്ല. അതുകൊണ്ട് അവിടെ സെക്യൂരിറ്റീസ് ഒക്കെ നിൽക്കുന്നുണ്ട്. അവർ പറയും നമ്മളോട് വീഡിയോസ് എടുക്കരുതെന്ന്. മുകളിലാണ് ടെമ്പിള്. അപ്പം നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഈ മുകളിലേക്ക് പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ നല്ലൊരു ഭംഗിയുള്ളൊരു ഗണപതി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഗണപതിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്താണ്. അതുകൊണ്ട് ഇപ്രാവശ്യം എടുക്കാൻ തന്നെയാ. അപ്പോൾ വൈകുട്ടിയും വിവേകട്ടനും വേഗം കയറിപ്പോയി. വിവേകട്ടൻ പറയുന്നുണ്ട് സെക്യൂരിറ്റീസ് അവിടെ നിൽക്കുന്നുണ്ട്, നിന്നെ വീഡിയോ എടുക്കാൻ അലോ ചെയ്യില്ല എന്ന്. ഞാൻ പിന്നെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു, നമ്മളോടൊന്നും പറയണ്ടല്ലോ. ഇത് ടെമ്പിളിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ്. ബട്ട് ഇത് അലൗഡ് ഇല്ല. എന്നാലും ഞാനത് ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രം എടുത്താണ്. ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ലല്ലോ. ഇത് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ പുറത്ത് പ്രസാദം വാങ്ങിക്കാൻ നിൽക്കുകയാണ്. അവിടെ നല്ല സ്വീറ്റ്സ് ആയിട്ടുള്ള പ്രസാദം കിട്ടും. നോർത്ത് ഇന്ത്യയല്ലേ, എൻ്റെ അമ്പലമല്ലേ. മീൻസ് പുറത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീണ്ടും നമ്മൾ എൻട്രൻസിൻ്റെ അതേ സൈഡിൽ കൂടെയാണ് എക്സിറ്റും. ഒരു സൈഡിൽ കൂടെ എൻട്രൻസ്, ഈ കാണുന്നത് എൻട്രൻസ്, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ എക്സിറ്റ്. വിവേകേട്ടനും വൈകുട്ടിയും അവർ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മൾ ജസ്റ്റ് 1-2 ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ അവർ വേഗം പോയി. കാരണം ഞാൻ പറഞ്ഞല്ലോ പുറത്ത് നല്ല ചൂടുണ്ട്. മീൻസ് ആ ചൂടുള്ളത് കാരണം വേഗം പോയി ഷൂ ഇടാൻ വേണ്ടിയിട്ട് അവരങ്ങനെ പുറത്തേക്ക് പോയി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മളെ ജബലല്ലി ടെമ്പിളിലെ നമ്മൾ ഇന്ന് കണ്ട കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്